ഇത് നമ്മുടെ കിങ്ങിണി ഫാമിലെ പുതിയ അതിഥിയാണ്. ഞാനൊരു പ്രാവശ്യം നിങ്ങൾക്ക് കാണിച്ചു തന്നല്ലോ, അവളാണിത്. അവളെ വാങ്ങിയപ്പോൾ ഞങ്ങൾക്കൊരു മുട്ടം പണി കിട്ടി കേട്ടോ. ഞങ്ങൾ ഇഷ്ടപ്പെട്ടു, വാങ്ങിച്ചു. പക്ഷേ ഞങ്ങൾ കറവ കണ്ടില്ല. കറവ കാണാതെയാണ് ഈ പശുവിനെ ഞങ്ങൾ കൊണ്ടുവന്നത്. ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ അവരോടുള്ള വിശ്വാസം, ഇങ്ങനെ അവർ പറ്റിക്കില്ല എന്നുള്ള രീതിയിൽ ഞങ്ങൾ കൊണ്ടുവന്നു. പക്ഷേ ഇവിടെ വന്ന് കറവ തുടങ്ങിയതും പശു ചവിട്ടു തുടങ്ങി. അപ്പോൾ പിന്നെ ഹിന്ദിക്കാർ പയ്യന്മാരായതുകൊണ്ട് അവർ മൂക്കണ ചരടിലും പിന്നെ കയ്യിലും കെട്ടി അവർ കറന്നു. ഇന്നലെ വരെ കാലിലും കെട്ടുണ്ടായിരുന്നു കേട്ടോ. കാലിൽ കെട്ടുണ്ടായിരുന്നു. കാലിൽ കെട്ട് ഇന്ന് പറഞ്ഞു, ഞങ്ങൾ പറഞ്ഞു അഴിച്ചു വിടാൻ പറഞ്ഞു, നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ കാലിൽ കെട്ട് കുറച്ചൊരു മാറ്റമുണ്ട്. ഇവളെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് തന്നെയാണ് ഞങ്ങൾ കൊണ്ടുവന്നത്. പക്ഷേ അയ്യോ, നമ്മുടെ ഇവിടെ നിന്ന പശുവാണ് മഹാലക്ഷ്മി. എന്നിട്ട് എന്നെ എന്തിനാണ് ഇങ്ങനെ ചെയ്തേ? അപ്പോൾ ഞാൻ അവളെ മെയിൻ ചെയ്യാത്തതുകൊണ്ടായിരിക്കും കേട്ടോ. സാരമില്ല, അടുത്ത് ഞാൻ ലാസ്റ്റ് ഞാൻ നോക്കാം അവളെ. അപ്പോൾ ഇവളെ കാര്യം പറയാം. ഇവക്ക് പിന്നെ എന്ത് പറ്റിയെന്നറിയില്ല ഞങ്ങൾക്ക്. പക്ഷേ ഹിന്ദിക്കാർ പയ്യന്മാരായതുകൊണ്ടാണ് അവന്മാരെ കറക്കുന്നത്. നാട്ടിലെ ഒരാളാണെങ്കിൽ ഒട്ടും കറക്കാൻ പറ്റില്ല. അവർക്ക് പിന്നെ എങ്ങനെയാണ് കറക്കുന്നതെന്ന് അറിയാം കേട്ടോ. കറക്കുന്നതെന്ന് അറിയുമ്പോൾ പിന്നെ അവരാ രീതിയിൽ കെട്ടിക്കറക്കും, കണ്ടില്ലേ? അതുപോലെ കെട്ടിക്കറക്കും. പക്ഷേ നമുക്ക് പറ്റിയതുപോലെയുള്ള അബദ്ധം വേറെ ഒരു കർഷകർക്ക് ഇനി പറ്റരുത്. അതേ എനിക്ക് പറയാനുള്ളൂ. പിന്നെ നിങ്ങൾ പശു വാങ്ങിക്കുമ്പോൾ നോക്കി വാങ്ങിക്കണം കേട്ടോ. കറവ കണ്ട് വാങ്ങിക്കണം, നല്ല പശുക്കളെ വാങ്ങിക്കുമ്പോൾ. ഇപ്പം വറ്റൻ കറവകൾ വലിയ കുഴപ്പം കാണില്ല. പക്ഷേ പിന്നെ അല്ലാതെ നല്ല പശുക്കൾ, ഇതിപ്പം പ്രസവിച്ച് നിന്നതല്ലേ, കുട്ടിയെ പോലും പാല് കൊടുക്കുന്നില്ല, കുട്ടിക്ക് പോലും കൊടുക്കുന്നില്ല പാല്. കുട്ടിയെ മാറ്റി ഞങ്ങൾ. കുട്ടി വരുമ്പം തന്നെ ഭയങ്കരമായിട്ട് ചവിട്ട്. ഭയങ്കരമായിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കാല് ചെറുക്കൻ്റെ തലയുടെ മുകളിൽ കൂടിയാണ് പോയത്. ഞങ്ങളൊരു ദിവസം പേടിച്ചു. അവൻ തന്നെ പറഞ്ഞ്, ഇതെന്തോ അങ്ങളെ ഞങ്ങൾ നോക്കിയല്ലേ വാങ്ങിച്ചെന്ന്. അപ്പം നമുക്കെന്തായാലും അവനോട് തന്നെ നമുക്ക് ചോദിക്കാം, ഈ പശു പിന്നെ നിനക്ക് എങ്ങനെയാണ് കറക്കണത് എന്ന് ചോദിക്കാം. അപ്പം കുട്ടിയെ പോലും സമ്മതിക്കുന്നു. ये गाय ठीक है, लेकिन ये दूध निकालने के टाइम पे ना बहुत लात मारता है। इसीलिए उसका ऊपर जो है, ऊपर आगे मुंह से इधर रस्सी बांध के फिर इधर दो पैर में भी बांधना पड़ेगा, और तब जाके ये हिलता नहीं है। बाकी तो ऐसे नहीं बांधा तो बहुत लात मारता है। ബാക്കി खाना अच्छा से खाता है. हाँ, खाना अच्छा से खाता है. ആഹാരമൊക്കെ നന്നായിട്ട് എടുക്കുന്നുണ്ട്. പക്ഷേ इसको बच्चों को हम बेच दिया. हाँ, बच्चों को बेच दिया. നമ്മൾ ഇതിന്റെ കുട്ടിയെ കൊടുത്തു കേട്ടോ. അല്ലാതെ ഇതിന്റെ കുട്ടിയെ പോലും बच्चों को दूध नहीं दिए ना. बच्चों को भी नहीं देता था, लात मारता था ना बहुत शायद, इसीलिए उसको बेच. കുട്ടിക്കും പാല് കൊടുത്തിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ കുട്ടിയെ കൊടുത്തു. പക്ഷേ ഈ പിള്ളേരായതുകൊണ്ടാണ്, കണ്ടില്ലേ, അതുപോലെ കെട്ടി കറക്കുന്നത്. അപ്പം എല്ലാവരും നാട്ടിൻപുറത്തെ പശു വാങ്ങിക്കുമ്പോൾ സൂക്ഷിച്ച് വാങ്ങിക്കുക. അതുപോലെ ഒരുപാട് ചവിട്ടും ബഹളമൊക്കെ ഉള്ള പശുക്കളായിരിക്കും. പക്ഷെ വേറെ ഒരു കുഴപ്പമില്ല. നമ്മൾ തൊടുമ്പോഴോ ഇങ്ങനെ അക്കിപ്പോ मारेगा ना ये सिंग से. हाँ, वैसे तो नहीं मारेगा. बस दूध निकालते टाइम पे लात मारेगा उतना ही. കറവ സമയത്ത് മാത്രമേ ഉള്ളൂ. ഭയങ്കര നമുക്കൊരു ആയിക്കോ. പക്ഷേ കുഴപ്പമില്ല, കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെ ഓക്കെ. എനിക്ക് ഇത്രയും പറയാനുള്ളൂ. നിങ്ങൾ വാങ്ങിക്കുന്നവര് നാട്ടിൻ പുറത്തുനിന്ന് വാങ്ങിക്കുമ്പോൾ സൂക്ഷിച്ച് വാങ്ങിക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ ഇടിക്കാരിയെ ഒന്ന് നോക്കാം. നമ്മുടെ മഹാലക്ഷ്മി. ഇവള് ഭയങ്കര സ്നേഹമാണ്. ഇവളൊരു 5 വർഷമായി കേട്ടോ ഇവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട്. 5 വർഷത്തിനടുപ്പിച്ചാകാൻ പോവുകയാണ്. ഇപ്പം ഗർഭിണിയാണ്. പിന്നെ ഒരു മടിയൊക്കെ ഇട്ടു. ഒരു 20 ദിവസം പോകുമെന്നറിയില്ല. അപ്പോൾ അവളെ മെയിൻറ്റ് ചെയ്യാത്തത് കൊണ്ടാണ് അവളെന്നെ ഇടിച്ചത്. അപ്പം പാലിറങ്ങുന്നുണ്ട് കേട്ടോ, മടിയിലൊക്കെ അകടിൽ പാലിറങ്ങുന്നുണ്ട്. അപ്പോൾ സുഖമായിട്ട് പ്രസവിക്കട്ടെ. എല്ലാവർക്കും പ്രാർത്ഥിക്കാം. ഇനിയും ഇവളെ പ്രസവം കഴിഞ്ഞിട്ട് ഇവളുടെ മോളെയും, മോനാണോ മോളാണോ എന്നറിയില്ല, അവരെയും അമ്മയും മോളെയും ഞാൻ കാണിക്കാം. അപ്പോൾ ഇവക്കൊരു പ്രാവശ്യം ചർമ്മമുഴ വന്നതാണ്. ചർമ്മമുഴ വന്നിട്ട് പിന്നെ ഇവൾ അതിൽ നിന്ന് രക്ഷപ്പെട്ടവളാണ്. അതുകൊണ്ട് ഞങ്ങൾ കുറച്ചുകൂടെ കെയറിങ് ഉണ്ട് കേട്ടോ. ഇവളെ കുറച്ചുകൂടെ നല്ലതായിട്ട് സൂക്ഷിക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷമാണ് ഞങ്ങൾക്ക് ഒരുപാട്, ഞാൻ പറഞ്ഞില്ലേ ഇടയ്ക്ക്, ഒരുപാട് പശുക്കൾ അടിപെട്ട് പോയിട്ടുണ്ട്. അപ്പം അതിലൊരാളാണ് ഇവൾ. ഇവൾ രക്ഷപ്പെട്ടു. ഇവൾക്ക് കുറേ ആൻറ്റിബയോട്ടിക് കൊടുത്തു, രക്ഷപ്പെട്ടു. അപ്പോൾ ഇവളുടെ കാര്യം ഞാൻ പറഞ്ഞില്ലേ, എല്ലാവരും പശു എടുക്കുമ്പോൾ സൂക്ഷിച്ചെടുക്കുക. പറ്റിക്കപ്പെടും.
മനുഷ്യനാണ്, പറ്റിക്കപ്പെടും. അപ്പോൾ ബുദ്ധിപൂർവ്വം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുക. എപ്പോൾ വേണമെങ്കിലും ആർക്കും എന്തും വരാം. അപ്പോൾ ഓക്കെ, ബായ്.